ഒരുപാട് വേദനയോട് കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ കേരളം ഉണർന്നത് വലിയൊരു ദുരന്ത വാർത്ത കേട്ടാണ്. ഞാനും ആ ഒരു ഞെട്ടലിൽ നിന്നും ഇപ്പോഴും മുക്തയായിട്ടില്ല. കാരണം ഞാനൊരു മലപ്പുറം സ്വദേശിയാണ്, നിലമ്പൂരുകാരിയാണ്. വയനാട് എന്റെ തൊട്ടടുത്തുള്ള ഒരു നാടാണ്. അവിടെയാണ് ഈ ഒരു വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു നാടാണ്. ആ നാടിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. പക്ഷേ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിലൂടെ ആ നാട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കത് കണ്ടു നോക്കാം. ഞാൻ സ്വാതിശ്രീ KS. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. ഓടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിലൊരക്ഷര കൂടാരം, തളിരുകൾ നുള്ളും തൊഴിലാളികളുടെ വിയർപ്പു തുള്ളികളാൽ പടുത്തുയർത്തി ചൂരൽ മലയിലൊരക്ഷര കൂടാരം. പടിപടിയായി ഉദിച്ചുയർന്നീ അക്ഷര നക്ഷത്രം, നൂറുമേനി നിറവായി നാടിനു വെളിച്ചമേകുന്നു, വെളിച്ചമേകുന്നു. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ഹരിത മനോഹര തീരത്തങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അഭിമാനത്താൽ ഞങ്ങൾ പാടും നിന്നുടെ ചരിതങ്ങൾ. ആ ഗാനത്തിന് ശ്രുതിമീട്ടുന്നീ പുഴയിലെ ഓളങ്ങൾ, ആ നാദത്തിന് തുടികൊട്ടുന്നു വയനാടൻ മക്കൾ, വയനാടൻ മക്കൾ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ, പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ടേ. കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി, ഈ നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി. ഈ വീഡിയോ ഞാൻ കണ്ടപ്പോ എന്റെ കണ്ണ് വല്ലാതെ നിറഞ്ഞു. എന്റെ എന്നല്ല, ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും കണ്ണ് നനയും. ഇത്രയും മനോഹരമായ ഒരു ഭൂമിയും അതിനെക്കുറിച്ച് നല്ലവരായ മനുഷ്യരെയുമാണ് പ്രകൃതി എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോ ഈ വീഡിയോയിൽ കണ്ട ഈ ഒരു സ്കൂളാണ് ഇപ്പൊ ചെളി നിറഞ്ഞ ക്ലാസ് മുറികളിൽ മൃതശരീരങ്ങൾ അടിഞ്ഞു കൂടിക്കിടക്കുന്നത്. ഇതിലും ഭീകരമാണ് അവിടെയുള്ള അവസ്ഥ. നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമായിട്ടുള്ള അവസ്ഥ. ഈ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളാണ് പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായിരിക്കുന്നത്. അവിടെ ഇപ്പൊ ഒരു വീട് പോലും ഇല്ല എന്നുള്ളതാണ്. നേരത്തെ കണ്ട വീഡിയോയിൽ കൂടി ഒഴുകുന്നത് ആ ഒഴുകുന്ന പുഴ. അവരതിൽ വർണ്ണിക്കുന്നുണ്ട്, ആ ഒരു വീഡിയോയിൽ വർണ്ണിക്കുന്നുണ്ട് ആ പുഴയുടെ അതിമനോഹരിത അല്ലെ. ആ പുഴയാണ് ഭയാനകമായുള്ള അവസ്ഥയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേർ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒലിച്ചുപോയ പലരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ ചാലിയാർ പുഴയിൽ പലർക്കും ശരീരഭാഗങ്ങൾ പോലും ഇല്ലാതായിരുന്നു എന്നുള്ളതാണ്. ആ ഭീകരത കണ്ടു നിന്നവരുടെ അവസ്ഥ പറയാൻ കഴിയില്ല. അത്രമാത്രം ഭയാനകം.
തലയും കൈകളും കാലുകളും വേറിട്ട് വരുന്ന മൃതശരീരങ്ങൾ. ഇത് കേരളം അഭിമുഖീകരിച്ച വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണ്. പ്രളയവും കവളപ്പാറയും എല്ലാം നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. എല്ലാത്തിലും നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ നടന്ന വയനാട്ടിലെ ഈ ദുരന്തം. 100-ലധികം പേർ മരണമടഞ്ഞു. ഒരുപാട് പേർ ഇപ്പോഴും മണ്ണിനടിയിലാണ്. മരണസംഖ്യ ഇനിയും ഉയരും. ഇന്ന് രാവിലെ കേട്ട ഈ ഒരു ദുരന്തത്തിലെ മറ്റൊരു വാർത്തയാണ്, ഒരു കുടുംബത്തിലെ 3 പേർ വീടിനുള്ളിൽ മരിച്ചിരിക്കുകയാണ്. അതൊരു കസേരയിൽ ഇരിക്കുകയാണ്. വീട് തകർന്നു കിടക്കുകയാണ്. അതിനടിയിൽ നിന്നും കണ്ടെത്തിയ മൃതശരീരങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. ഒരുപക്ഷെ രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാതായപ്പോ നിസ്സഹായതയോടെ അവിടെ തന്നെ ഇരുന്നു പോയവരായിരിക്കും. അത്രയും ഭീകരമായ മുഖമാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആരും അഭിമുഖീകരിക്കാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കൂടി കഴിയാത്ത ഉള്ള ഒരു അവസ്ഥ. ഇനിയും ഇതുപോലുള്ളവ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം വരാൻ പോകുന്ന മറ്റൊരു ദുരന്തം കൂടിയുണ്ട്, മുല്ലപ്പെരിയാർ. അത് കൊണ്ടുപോകുക പകുതിയോളം കേരളത്തെയാണ്. വെറും 50 വർഷം മാത്രം ഗ്യാരണ്ടിയുള്ള ഒരു ഡാം ആണ് ഇപ്പൊ 100 വർഷത്തിന് മുകളിൽ, ഏകദേശം 129 വർഷത്തോളമായി നിലനിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ആ ദുരന്തവും അഭിമുഖീകരിക്കേണ്ടി വരും കേരളം. ഇത് ഭയപ്പെടുത്തുകയല്ല ഞാൻ, ഫാക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏകദേശം 3 ദശലക്ഷം ജനം ഇല്ലാതാവോടെ. ഒരു കാര്യം ഓർക്കുക, സാധാരണ ജനതയാണ് എന്നും ദുരന്തങ്ങൾ ഇല്ലാതാവാറ്. ഇവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ടുമായി മുന്നോട്ട് വന്ന ഒരാളെ നമ്മൾ മറന്നു കാണില്ല, മാധവ് ഗാഡ്ഗിൽ. 13 വർഷം പഴക്കമുള്ള ഒരു റിപ്പോർട്ട് ഇപ്പൊ ശ്രദ്ധേയമാവുകയാണ്. 13 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു, പശ്ചിമഘട്ടം അപകടത്തിലാണെന്നുള്ളത്. പക്ഷേ അന്ന് ആരും ചെവി കൊണ്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകളെ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിഷ്കരണം തള്ളിക്കളഞ്ഞു. വാസ്തവത്തിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ പാരിസ്ഥിതിക പ്രാധാന്യം തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ നിസ്സാര രാഷ്ട്രീയ കാരണങ്ങളാലാണ് അന്നത്തെ സർക്കാർ എന്ത് ചെയ്തു, അതിനെ എതിർത്തു. അദ്ദേഹത്തെ മനഃപൂർവ്വം അവഗണിച്ചതിന്റെ ഭവിഷ്യത്താണ് ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആരും ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ ദുരന്തവും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മഴ വരുമ്പോൾ പണ്ടുള്ള ആ ഒരു തണുപ്പും സന്തോഷവും ഇന്നിപ്പോ ഇല്ല. കാരണം ഭയവും പേടിയുമാണ്. ഈ മഴക്കാലം കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാകും എന്നുള്ള ഒരു ഭയം. സർക്കാരിനുള്ള ഒരു അപേക്ഷയാണ്, ദുരന്തങ്ങൾ വരുമ്പോഴല്ല അവിടെ കൈകോർത്തിരിക്കേണ്ടത്. ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ ശേഷമല്ല നന്മയുള്ള കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇട്ട് കൈകോർക്കേണ്ടത്. ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. ആ വാചകം കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. അതില്ലാതാക്കരുത് ആരും. എത്രയും പെട്ടെന്ന് വേണ്ട അടിയന്തര തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുക തന്നെ വേണം. ഇനിയൊരു മഴക്കാലം മറ്റൊരു ദുരന്തത്തിന് നൽകരുത്. ഇതൊരു അപേക്ഷയാണ്.